ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എൻ്റെ മകൻ ബിടെക്കിന് നാഗർകോവിൽ പഠിച്ചിരുന്നപ്പോൾ ഹോസ്റ്റലിൽ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് കാലിൻ്റെ ഉപ്പൂറ്റി പിളർന്ന് 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. 3-ാം നില നിലത്തേക്ക് അങ്ങോട്ട് നേരെ തലകുത്തി വീണു. തലകുത്തിയല്ല, നിലത്തേക്ക് അങ്ങോട്ട് വീണു. കാലിൻ്റെ ഉപ്പൂറ്റി പിളർന്ന് പൊടിഞ്ഞ് എല്ലുകളൊരു ഡോക്ടർ പറഞ്ഞത് എല്ലുകളൊരു ചാക്കിൽ വാരി എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. അടിച്ചു കൂട്ടി ചാക്കിനകത്ത് തൂക്കിയെടുത്തിട്ട് പോകാം. തലയടിച്ചു കൊണ്ടിട്ട് ഓർമ്മയും ഇല്ലായിരുന്നു. ബ്ലഡ് തലയടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്നത് പറയുന്നല്ലോ. തലയടിച്ചത് ബോധം പോയി. മറ്റേ അരയെല്ലാം ഒടിഞ്ഞിട്ട് കേറിപ്പോയി. പിന്നെ ബ്ലഡ് മുഴുവൻ പോയി. കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവനെ കണ്ട്. ഉപ്പൂറ്റിയൊക്കെ കാലിന്റെ സ്ഥിതി, കാല് ഉപ്പൂറ്റിയൊക്കെ പിളർന്ന എങ്ങനെയാ? ഉപ്പൂറ്റിയുടെ പിറകു ഭാഗം പിളർന്നിട്ട് പിറകുഭാഗം പിളർന്ന് പൊടിഞ്ഞ് ബ്ലഡൊക്കെ പുറത്തോട്ട് പോയപ്പോ എല്ലും അതോടൊപ്പം പോയി. എന്നിട്ട് ഈ ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ സഹ്യോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറയുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും രോഗികളുടെ നാഥൻ വെച്ച് എല്ല് പൊടിഞ്ഞ് രക്തത്തിൽ കൂടെ ഒഴുകിപ്പോയി. ചിന്തിച്ചു, എല്ല് അത്രയും അങ്ങോട്ട് ക്ഷതമേറ്റ് എല്ല് പൊടിഞ്ഞ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അപ്പൊ ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഇത് നടക്കാൻ സാധ്യതയില്ലെന്നും ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് സംശയമാണെന്നും വീണത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ സെഹ്യോനിലോട്ട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും രോഗികളുടെ നാഥൻ ആ നിമിഷം തുടങ്ങി. എന്റെ രോഗികളുടെ നാഥൻ ഇതാണോ? അതെ, ഇത് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ആ നിമിഷം തുടങ്ങി. എൻ്റെ മകൻ പൂറ്റി കുത്തി നടക്കണ വരെ ഞാൻ ഇത് മുടങ്ങാണ്ട് ഒരു ദിവസം പോലും മുടങ്ങാണ്ട്. എൻ്റെ മകന് കാലിത് വേണം, എൻ്റെ മകൻ നടക്കണം. കാലുണ്ടോ, അസ്ഥിയുണ്ടോ, ഉപ്പുറ്റിയുണ്ടോ, ഇതൊന്നും വിഷയമല്ല, നടക്കണം. ഇതാണ് പറയുന്നുള്ളൂ. ഉപ്പുറ്റിയൊന്നും വിഷയമല്ല, നടക്കണം. അങ്ങനെ ഇതങ്ങോട്ട് അതുവരെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഇതങ്ങോട്ട് മുറുകെ പിടിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 7-ാം ദിവസം അവന് ഓർമ്മ തിരിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോ ഉപ്പൂറ്റി കുത്തി നടക്കാനും തുടങ്ങി. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളും യുവതീവാക്കന്മാരും കുടുംബനാഥന്മാര്, കുടുംബനാഥകള്, വൈദികര്, സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികള്, ഇങ്ങനെ എല്ലാ ജീവിതാന്തസ്സുകളിൽപ്പെട്ടവര്, വിവിധ പ്രായക്കാര്, വിവിധ രാജ്യക്കാര്, വിവിധ തരത്തിലുള്ള അവസ്ഥകളിരിക്കുന്നവര്, ജോലിയുള്ളവര്, ജോലി ഇല്ലാത്തവര്, രോഗികള്, ജോലിക്ക് തടസ്സമുള്ളവര്, പഠിക്കാൻ തടസ്സമുള്ളവര്, ഒന്നറം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്, ഇങ്ങനെ എല്ലാ അവസ്ഥകളുള്ളവര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന വലിയ ഒരു സമൂഹമാണിത്. ഈ സമയത്ത് ആരെല്ലാം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 29-ാം തിരുലിഖിതം, ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വചനമേറ്റു പറയാം. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ദൈവമക്കൾ ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ കർത്താവേ, ഓ ആത്മാവിനെ വർഷിക്കുന്നവനെ, ഹൃദയങ്ങളുടെ എല്ലാ അവസ്ഥകളുടെ മേലും അധികാരമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളും കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഓ ശക്തിയുടെ അഭിഷേകം നിറയട്ടെ, ഓ സൗഖ്യത്തിന്റെ അഭിഷേകം നിറയട്ടെ, ഓ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, ഓ വിടുതലിന്റെ അഭിഷേകം നിറയട്ടെ, ഓ കൃപയുടെ അഭിഷേകം നിറയട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ. യേശുവേ, 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 യേശുവേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എളിയ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ പ്രത്യേക വിധ അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ മകനെയും ഓരോ മകളെയും അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധമുള്ള വൻ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. കുട്ടികള് ഈ അഭിഷേകാഗ്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കുട്ടികൾ എല്ലാ സ്ഥലത്തും ചിലവും പറയാറുണ്ട്, അഭിഷേകാഗ്നിയിൽ കാണുന്നത് പോലെ എല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു, കേൾക്കുന്നു, സ്വീകരിക്കുന്നു, ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥി അനുഭവമാണ്. കുട്ടികൾ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി ഞാൻ ചില ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, എപ്പോഴും വചനം ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? വചനം കേൾക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മടുപ്പ് ചില ആളുകൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു, എപ്പോഴും ഇങ്ങനെ വചനം പ്രസംഗിച്ച് നടന്നതുകൊണ്ട് എന്താ കാര്യം? വചനം പ്രസംഗിക്കുന്നത് കുറച്ചൊക്കെ ചെയ്താൽ പോരെ? എപ്പോഴും 2 ചാനലുകൾ, ഷാലോം ചാനല്, ഗുഡ്നസ് TV, ഈ 2 ചാനലുകളിൽ ദൈവവചന ശുശ്രൂഷകൾ, അതുപോലെ പല റേഡിയോകളിൽ ദൈവവചന ശുശ്രൂഷകൾ. അത് ഇത്രമാത്രം ആവശ്യമുണ്ടോ? വല്ലപ്പോഴൊക്കെ ഒന്ന് പോരെ? ആ കുർബാനയുടെ ഇടയിലുള്ള 5 മിനിറ്റൊക്കെ അത് മതി, അതൊക്കെ ധാരാളം മതി എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ ഇംഗിതം എന്തെന്ന് വെളിപ്പെടുത്തി തരണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധാത്മാവ് വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ അഭിഷേകങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതെന്ന് കുറച്ച് മേഖലകളെ നമ്മളിന്ന് പരിശോധന നടത്താൻ പോവുകയാണ്. ആദ്യമായി അപ്പോസ്തല പ്രവർത്തനം 10:44 വചനം പഠിപ്പിക്കുകയാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ സമൂഹം മുമ്പിൽ ഇരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ മറ്റ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്ന് അവരോട് ദൈവത്തിന്റെ വചനം അതിശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. അവർ കൈവപ്പ് വിശ്വാസത്തോടെ സ്വീകരിച്ചിട്ടില്ല, അവർ അനുദപിച്ച് മുട്ടുമടക്കി സാഷ്ടാംഗം വീണിട്ടില്ല, അവർ മറ്റൊരു തരത്തിലുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒന്നും ആരംഭിച്ചിട്ടില്ല. വചനം വെറുതെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ അടുത്ത കാലത്തായി അച്ഛൻ UK-യിലുള്ള മാഞ്ചസ്റ്റർ എന്ന സിറ്റിയിൽ, മാഞ്ചസ്റ്റർ എന്ന പട്ടണത്തിൽ വചന പ്രസംഗത്തിനായി പോവുകയുണ്ടായി. അവിടെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ ദൈവജനം തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ അവിടെ ഒരു ദൈവ പൈതൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു. ആ ദൈവ പൈതലിന്റെ പേരാണ് ജോയൽ. പ്രസ്റ്റൺ എന്ന ദേശത്ത് നിന്ന് ജോയൽ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയാൻ വരികയാണ്. അദ്ദേഹം
10-20 വർഷമായി മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള അന്ധകാര പീഡകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ കാര്യങ്ങളിൽ പള്ളിയിലൊക്കെ പോകുമെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ ഒരു തീ, ഒരു ഉണർവ്, ഒരു ശുഷ്കാന്തി, ഒരു അഭിഷേകം, ഒരു കത്തുന്ന അവസ്ഥ അത് ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വചന പ്രസംഗങ്ങളോടോ വചന ശുശ്രൂഷകളോടോ മതിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല വിശ്വാസം, തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ദൈവ പൈതൽ, തീയുള്ള ഒരു ദൈവ പൈതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നോട്ടിംഗ്ഹാം എന്ന സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഈ ഭാര്യയുടെ ഒരു പ്രേരണയൊക്കെ സ്വീകരിച്ച് ജോയൽ എന്ന് പറയുന്ന ഈ ദൈവ പൈതൽ ആ നോട്ടിംഗ്ഹാം ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇത് കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വന്നു. വിശ്വസിച്ച് മാനസാന്തരപ്പെടാൻ വേണ്ടി ഒന്നും ഉദ്ദേശത്തിൽ വന്നതല്ല, വെറുതെ ഇങ്ങനെ കാണാനും കേൾക്കാനുമായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടം വന്ന് വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പകൽക്കാലം മുഴുവനും രാവിലെ 7-8 മണി മുതൽ ദൈവജനം ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകുകയാണ്. ആ അരേര മുഴുവനും ദൈവവചനം കൊണ്ട് നിറഞ്ഞു. ഈ ജനം ഇങ്ങനെ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പകൽക്കാലം മുഴുവനും. അപ്പോൾ ഈ ജോയൽ പറയുകയാണ്, ഈ ജോയൽ വചനം കേട്ട് കുമ്പസാരിച്ച് നല്ല മനുഷ്യനാകാൻ വേണ്ടി ഉദ്ദേശത്തിൽ വന്നതൊന്നുമല്ല. ജോയൽ അവിടെ ഇരുന്ന് ഇങ്ങനെ എണ്ണുകയാണ്. 1000, 2000, 3000, 4000, 5000 ഇങ്ങനെ വന്ന ആളുകളുടെ എണ്ണം എടുക്കുകയാണ്. ആളുകളുടെ എണ്ണം എടുത്ത് അദ്ദേഹം എന്തിനാണ്, ഇതിൽ ഒരാൾ ഒരു 50 പൗണ്ട് ഇട്ട്, അല്ലെങ്കിൽ ഒരാൾ ഒരു 10 പൗണ്ട് ഇട്ട്, അങ്ങനെയാണെങ്കിൽ ഈ 5000 പേര് ഇത്രയും പൗണ്ട് ഇടുമ്പോൾ ഇത്രയും ഈ പൈസ എങ്ങോട്ട് പോകും? ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ ഇദ്ദേഹം അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. എന്നാലും അദ്ദേഹം അവിടെ ഇരുന്ന് ആ പകൽക്കാലം മുഴുവനും വചനം കേട്ടുകൊണ്ടേയിരുന്നു. സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. കേട്ടുകൊണ്ടിരുന്ന ഈ ജോയലിന്റെ മേൽ അത്യുന്നതമായൊരു ദൈവശക്തി വന്നങ്ങോട്ട് ഇറങ്ങി. ഒരു അഗ്നി അഭിഷേകം വന്നിറങ്ങി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ അഭിഷേകം അദ്ദേഹത്തെ പൊതിഞ്ഞു. അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയായി. അദ്ദേഹം അന്ന് വൈകുന്നേരം ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെന്നു. കുപ്പിയെടുത്ത് പൊട്ടിക്കാൻ നോക്കി, കുപ്പിയെടുത്ത് കുടിക്കാൻ നോക്കി, മദ്യപിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിപ്പോയി. പുകവലിക്കാൻ നോക്കുന്നു, പുകവലിക്കാൻ താല്പര്യമില്ലാതായി. പുകവലിയും മദ്യപാനം അദ്ദേഹത്തിന് നീങ്ങിപ്പോയ കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയായ കാര്യം അദ്ദേഹം അറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവ പൈതൽ രൂപാന്തരപ്പെട്ടു. ഇതാ യേശു ക്രിസ്തുവിന് ഒരു അത്യുഗ്ര സാക്ഷിയായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. അച്ഛൻ മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിലുള്ള GMAX ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അവിടെ ഇംഗ്ലണ്ടിൽ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ കൂട്ടമായി വന്നിരുന്ന് വചനം ശ്രവിക്കുകയാണ്. അപ്പോൾ ഈ ജോയൽ എന്ന് പറഞ്ഞ ദൈവ പൈതൽ എങ്ങനെയാണ് നോട്ടിംഗ്ഹാമിൽ ദൈവജനം ഒരുമിച്ച് കൂടി വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ മേൽ ആത്മാവ് ഇറങ്ങുകയും തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതെന്ന് അവിടെ കൂടിയിരുന്ന വിശ്വാസികളുടെ മുമ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗം അച്ഛൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം ഇടവരുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ജോയൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞെങ്കിൽ സാക്ഷ്യം പറയാത്ത ആയിരക്കണക്കിന് ആളുടെ ജീവിതത്തിൽ ഈ ആത്മാവ് ഒരു 100,000 വിധത്തിലുള്ള വ്യതിയാനങ്ങൾ, മാനസാന്തരങ്ങൾ, കൃപയുടെ അഭിഷേകങ്ങൾ, ദൈവരാജ്യ ബോധ്യങ്ങൾ, ആത്മീയ ഉണർവുകൾ, വചനത്തിന്റെ അഭിഷേകങ്ങൾ ആത്മാവ് പകർന്ന് തീ പിടിപ്പിച്ച് തീയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ കെട്ടുകൾ അഴിയും. സങ്കീർത്തന പുസ്തകത്തിൽ 107-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഒരു ദൈവപൈതൃക അനുഭവം തന്നെ ശ്രദ്ധിക്കും മക്കളെ. എൻ്റെ പേര് ജെസ്സി കൊറിയ. ഞാൻ പച്ചാളത്ത് ചാത്യാത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2012 ജൂൺ മാസം 20-ാം തീയതി ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് മീഡിയനിൽ ഇടിച്ച് എൻ്റെ മുട്ടുകാല് തകർന്നു പോയി. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു മരക്കഷ്ണം കോടാലി കൊണ്ട് കൊത്തിപ്പൊളിക്കുന്നത് പോലെ തകർന്നിരിക്കുകയാണെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ച്, ഒരു ക്രച്ചസും കയ്യിൽ പിടിച്ചാണ് ഇവിടെ വന്നത്. ഇത് പിടിച്ചിട്ട് എന്നിട്ടാണ് ഒരു വിധത്തിൽ ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് ശനിയാഴ്ച അച്ഛൻ എസെക്കിയേലിന്റെ പുസ്തകത്തില് അസ്ഥികളുടെ താഴ്വരയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടി കിരുകിരാ ശബ്ദമുണ്ടായെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ കാലുകൾ നിവർത്തി നോക്കുമ്പോൾ എൻ്റെ മുട്ടുകളെല്ലാം കടകടാന്നിങ്ങനെ ഒടിയുന്നത് പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം
ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മകളുടെ മുട്ടുകാലുകൾ തകർന്നിരിക്കുന്ന മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നടക്കുമ്പോൾ മുമ്പോട്ടും പുറകോട്ടും കാല് പോകുന്ന അവസ്ഥയായിരുന്നെന്ന്. ഇപ്പോൾ എനിക്ക് ക്രച്ചസ് ഇല്ലാതെ നടക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ സംഭവിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് തൻ്റെ പ്രവൃത്തികൾ വചനം അയച്ച് നിർവഹിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ദൈവജനത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുകയാണ്, ആ സമയത്ത് ആ വചനം കേൾക്കാൻ ആ സഹോദരി അവിടെ ഇല്ലെങ്കിൽ ആ സഹോദരിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വലിയൊരു പദ്ധതി ക്ലോസ് ആയിപ്പോയി. അല്ലെങ്കിൽ ജോയേൽ എന്ന് പറയുന്ന ദൈവ പൈതൽ ആ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് അത് വചനം കേൾക്കാൻ വേണ്ടി അവിടെ ഇല്ല. അതൊക്കെ എനിക്കറിയാം, ഞാൻ ബൈബിളിൽ വായിച്ചോളാം, അത് ഞാൻ ധ്യാനിച്ചോളാം, അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, അങ്ങനെ ചിന്തിച്ച് വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ആ പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് വന്ന് കേട്ടില്ലായിരുന്നുവെങ്കിൽ ആ മാനസാന്തരത്തിന്റെ ഒരു വലിയ ദൈവിക ഇടപെടൽ അവിടെ അത് നടക്കാതെ പോകുമായിരുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പട്ടണത്തിൽ വചന പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ഇടവക ദേവാലയത്തിൽ വചന ശുശ്രൂഷകൾ നടക്കുമ്പോൾ, നമ്മുടെ ദേശത്ത് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ, അത് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഞങ്ങളാ, അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ എനിക്ക് കൂടുതൽ അറിയാം, ഞാൻ അതിനേക്കാൾ തിയോളജി പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല. കർത്താവ് അയക്കുന്ന കർത്താവിന്റെ സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് കർത്താവ് അവരെ അയച്ചിട്ടുള്ളത്. പ്രായം കുറഞ്ഞവരോ പ്രായം കൂടിയവരോ തിയോളജി ഉള്ളവരോ തിയോളജി അങ്ങനെയല്ല സഹോദരൻ. ഡിഗ്രി നോക്കിയിട്ടല്ല നാം വചനം കേൾക്കാൻ പോകേണ്ടത്. കർത്താവ് വിളിക്കുന്നു, ഞാൻ പോകുന്നു, എന്റെ കർത്താവിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് അവിടെ എനിക്ക് അയച്ചു തരുന്നു. ഇതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്. 147-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം, അവിടുന്ന് ഉന്നതത്തിൽ നിന്ന് കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് കഠിനമായ ഹൃദയങ്ങളിലേക്ക് അനുതാപകൃപയുടെ അഭിഷേകത്തെ കർത്താവ് പകരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 37-38 തിരുലിഖിതങ്ങൾ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലാണ് ഈ ഒരു വലിയ ദൈവരാജ്യ വ്യത്യാസം ഉണ്ടായത്. കരിങ്കല്ല് പോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കുന്ന വിധം ദൈവത്തിന്റെ കരസ്പർശനം സംഭവിക്കുന്ന നിമിഷങ്ങളാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുകയും അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം കർത്താവ് വെളിപ്പെടുത്തിയതുപോലെ അതിശക്തമായി കർത്താവിന്റെ ജനത്തിന് മേൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു ദൈവ പൈതൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛ, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം താറുമാറായി തകർന്നു കിടക്കുകയാണ്. ഞാൻ വാറ്റുചാരായം, ഒരുപാട് വിധത്തിൽ അവിഹിതമായ ധനസമ്പാദനം, ഇന്ന് വാറ്റാനുള്ള ചാരായത്തിന്റെ മറ്റു സംവിധാനം എല്ലാം എൻ്റെ പറമ്പിലുണ്ട്. ഞാനത് ഉപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവരാജ്യത്തിന്റെ ആത്മാവ് അതുവരെ കഠിനമായ കരിമ്പാറ പോലെയിരുന്ന ഹൃദയത്തെ ദൈവരാജ്യത്തിന്റെ വചനം സ്പർശിച്ചു. അദ്ദേഹം തീരുമാനിച്ചു, അവിഹിതമായ അന്യായ സമ്പത്ത് എനിക്ക് വേണ്ട, വാറ്റുചാരായി ഉണ്ടാക്കി അനേകരുടെ ജീവിതങ്ങളും കുടുംബങ്ങളെ നശിപ്പിച്ചുള്ള വരുമാനം എനിക്ക് വേണ്ട. അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങി. അദ്ദേഹം അനുദപിച്ചു, ഞാൻ എന്തു ചെയ്യണം? അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം ദൈവവചന പ്രകാരം എന്ത് ത്യാഗത്തിന്റെയും ഏത് ത്യാഗത്തിന്റെ വഴികളിലൂടെ നടക്കാൻ അദ്ദേഹം ആ ഒരു വേദന എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്റെ ദൃഷ്ടിയിൽ അപ്പോൾ ഞാൻ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോഴാണ് പാപത്തെ പാപമായും അകൃത്യത്തെ അകൃത്യമായി തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുക. അതിന് വചനം കേൾക്കണം.
വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ച ജനത്തെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37-ാം തിരുലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വീണ്ടും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന അതിപ്രധാനമായ മറ്റൊരു സംഗതിയാണ് വിശുദ്ധീകരണം. 1 തിമോത്തി 4-ാം അധ്യായം 5-ാം തിരുലിഖിതം. അവ വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ വെറുതെ ഒരു ഭക്ഷണം എടുത്ത് ആ ഭക്ഷണത്തിന് നേരെ വചനം ഉച്ചരിച്ച് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഉച്ചരിച്ച് അതിനെ ബ്ലസ് ചെയ്യുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അവ വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവമക്കളുടെ കർണപുടങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് വധിക്കുമ്പോൾ എത്രയോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഇവിടെ അട്ടപ്പാടിയിൽ ഒരു വലിയ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാന സമയത്ത് അമേരിക്കയിലുള്ള ഒരു പ്രധാന പട്ടണത്തിലെ ഒരു പ്രമുഖനായ ഒരു മനുഷ്യൻ ആ ധ്യാനത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം സായാഹ്നത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറയാണ്, എൻ്റെ അച്ഛ, എൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു, എൻ്റെ ഒരുപാട് കാലത്തെ നേർച്ചയും എൻ്റെ ഒരുപാട് കാലത്തെ ഹൃദയത്തിൻ്റെ അഭിലാഷവുമാണ് ഈ ധ്യാനത്തിൽ ഇവിടെ വന്ന് കൂടണമെന്നുള്ളത്. ഞാൻ ചോദിച്ചു, എന്താ സഹോദര ഇങ്ങനെ സംഭവിക്കാൻ കാരണം, എന്തങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛ, നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തു, ഇതാ ഇവിടെ ഭരണങ്ങാനം കൺവെൻഷൻ നടക്കുന്നുണ്ട്, തത്സമയം ലൈവ് ടെലികാസ്റ്റിംഗ് കിട്ടും, നോക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആ ലൈവ് ടെലികാസ്റ്റിംഗ് ഒന്നും കിട്ടിയില്ല. പക്ഷേ നെറ്റിൽ നിന്ന് തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷന്റെ പഴയ ഒരു ഫയല്, കുറെ എപ്പിസോഡുകൾ, കുറെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം രാത്രി ഭക്ഷണത്തിന് വേണ്ടി 1 മണിക്കൂർ നേരം മദ്യപിക്കാനുള്ള സാധനമൊക്കെ എടുത്തു വെച്ച് മദ്യ ഗ്ലാസ് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ നെറ്റിൽ കൂടെ ഇത് ഓപ്പൺ ചെയ്ത് വചനം കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയാണ്, ആ ഗ്ലാസ് അങ്ങനെ ഇരുന്നു. അദ്ദേഹം എത്ര മണിക്കൂർ കരഞ്ഞെന്നറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അദ്ദേഹം പറയാണ്, മണിക്കൂറുകൾ കണ്ണുനീരിൽ കുതിർന്ന് അദ്ദേഹം അവിടെ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, എടുത്തു വെച്ച ഭക്ഷണങ്ങളും എടുത്തു വെച്ച പാനീയങ്ങളും എടുത്തു വെച്ച മദ്യക്കുപ്പികളും അങ്ങനെ ഇരുന്നു. ഒഴിച്ച ഗ്ലാസിലെ മദ്യം അങ്ങനെ ഇരുന്നു. അദ്ദേഹം വചനം കേട്ട് മണിക്കൂറുകൾ അവിടെ ഇരുന്ന് കണ്ണുനീരിൽ കുതിർന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, എനിക്കറിയാൻ പാടില്ല എന്ത് സംഭവിച്ചു എന്ന്. അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇവിടുന്ന് കേരളത്തിൽ ചെന്ന് അട്ടപ്പാടി ചെന്ന് ഈ സ്ഥലത്ത് പോയി ഞാൻ ധ്യാനം കൂടി ഈ കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് തീരുമാനമെടുത്തു. എന്നാൽ പെട്ടെന്ന് അവിടുന്ന് നിയമപ്രകാരം അന്ന് ലീവ് എടുത്ത് വരാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ അപേക്ഷ കൊടുത്ത് സാങ്ഷനാക്കി ലീവ് എടുത്ത് ഇവിടെ വന്ന് ധ്യാനം കൂടി അതിനിടയ്ക്ക് വന്ന് ഈ അനുഭവങ്ങൾ പങ്കുവെച്ച് അദ്ദേഹം ദൈവം എങ്ങനെ തന്റെ ജീവിതത്തിൽ വചന വഴി പ്രവർത്തിച്ചു എന്ന് വെളിപ്പെടുത്തിയ സഹോദരങ്ങളെ ഉറക്കെ പറയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചാടി എഴുന്നേൽക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതം ആ സ്ലീഹന്മാർ പറയുകയാണ്, വഴിയിൽ വെച്ച് അവൻ വചനം നമ്മളോട് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ? മന്ദതയിൽ ആണ്ടുപോയ ഹൃദയത്തെ ജ്വലിപ്പിക്കാനുള്ള അഗ്നിയാണ് തിരുവചനങ്ങൾ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഇപ്പോൾ ഒരുപാട് മന്ദതയിലും ഒരുപാട് പാപത്തിലും ഒരുപാട് തരത്തിലുള്ള വെറുപ്പിലും വൈരാഗ്യത്തിലും ഒരുപാട് അന്ധകാരത്തിലും പിശാചിന്റെ കെട്ടിലും ഭാരത്തിലും അന്ധകാരത്തിലിരിക്കുന്നവരാണോ? വിടുതലുണ്ട്. കൈകൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തി, ഓ ദൈവവചനമാവുന്ന അത്ഭുത ശക്തി, ഓ സ്വർഗത്തിന്റെ ശക്തി, ഓ വിടുതലിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഓ വചനത്തിന്റെ ശക്തിയാൽ കോട്ടകൾ, അന്ധകാര കോട്ടകൾ പോരട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തിയായ വചനമേ, ഓ വിടുതലിന്റെ വചനമേ, ഓ ജീവൻ നൽകുന്ന വചനമേ, പുനഃസൃഷ്ടിക്കുന്ന വചനമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനും തന്നെ.
സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഈ സമയം ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കാൻ തൻ്റെ ദിവ്യ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നൽകുന്ന സമയം. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, ദൈവഭയമുള്ളവനായിരിക്കുക, കൽപ്പനകളെല്ലാം അനുസരിക്കുക. ഈ ഒരു വഴിയിൽ നടക്കാനുള്ള ഒരു എളിമ തരണമേ കർത്താവേ. ദുശാഠ്യക്കാരും ധിക്കാരികളും ദുർവാശിക്കാരുമാകുന്ന ഓരോ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങളെ രക്ഷിക്കണമേ, ജീവിതങ്ങളെ രക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ, പെരുവഴിയെ പോയതിനെ നേർവഴിക്ക് തിരിക്കണമേ, വിവേകം നഷ്ടപ്പെട്ടതിന് വിവേകം നൽകണമേ, മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. ഇപ്പോൾ അവിടുന്ന് ഒരു അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ.